നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ കുറ്റക്കാരായ ആരെയും വെറുതെ വിടില്ലെന്നും സ്വർണ്ണക്കടത്ത് കേസിൽ കണ്ണികൾ ഏത് ഓഫീസിൽ വരെ എത്തിയെന്ന് രാജ്യത്തെ എല്ലാവർക്കും അറിയാമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ED പിടിച്ചെടുത്ത പണം നിക്ഷേപകർക്ക് തിരികെ നൽകുമെന്നും ഇത്തവണ കേരളത്തിൽ BJP റെക്കോർഡ് വിജയം സൃഷ്ടിക്കുമെന്നു പ്രതീക്ഷയെന്നും മോദി പറഞ്ഞു. ഗവർണർമാർ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിച്ചാൽ ഹർജികളുടെ എണ്ണം കുറയുമെന്നും നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർമാർ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നും സുപ്രീം കോടതി ജഡ്ജി BV നാഗരത്ന. കള്ളപ്പണം നിയമപരമായ പണമാക്കാനുള്ള നല്ല മാർഗമായിരുന്നു നോട്ട് അസാധുവാക്കലെന്നും നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിച്ചല്ല നോട്ട് നിരോധന അസാധുവാക്കലുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചതെന്നും ജസ്റ്റിസ് നാഗരത്ന. ശമ്പളവും പെൻഷനും കൊടുക്കുമോ എന്ന കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. 1-ാം തീയതി തന്നെ എല്ലാവർക്കും കൃത്യമായി ശമ്പളം നൽകുമെന്നും ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. RLV രാമകൃഷ്ണൻ നൽകിയ പരാതിയിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. യൂട്യൂബ് അഭിമുഖത്തിൽ തന്നെ വ്യക്തിപരമായി അപമാനിച്ചെന്നാണ് കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ RLV രാമകൃഷ്ണന്റെ പരാതി. മുസ്ലിം ലീഗിനെ ഇടതുമുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ലീഗിന്റെ ആവശ്യം ഇടതു മുന്നണിക്ക് ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിലെ നിലപാട് ഗോവിന്ദൻ വ്യക്തമാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് ചിഹ്നം പോകാതിരിക്കാനല്ല, മറിച്ച് BJP സർക്കാരിനെ താഴെ ഇറക്കി ഫാസിസത്തെ ചെറുത്തു തോൽപ്പിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയെ പ്രവർത്തിപ്പിക്കാതിരിക്കാൻ ഒരു ഭരണകൂടം എന്തൊക്കെ ചെയ്യുന്നു എന്നതിന് തെളിവാണ് ED അന്വേഷണവും ആദായ നികുതി റെയ്ഡുമെന്നും ഫാസിസത്തിൻ്റെ ഏറ്റവും ക്രൂരമായ മുഖമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കാസർകോട്ടെ റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളായ കേളുകുഡ്യ സ്വദേശികളായ അജേഷ്, നിതിൻകുമാർ, അഖിലേഷ് എന്നിവരെ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടതിനെ തുടർന്ന് അന്വേഷണ സംഘത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ. നിലവാരമില്ലാത്ത രീതിയിൽ ഏകപക്ഷീയമായാണ് അന്വേഷണം നടന്നതെന്നും റിയാസ് മൗലവിയുടെ റൂമിൽ നിന്നും കണ്ടെടുത്ത മൊബൈൽ ഫോണുകളും സിം കാർഡുകളും മെമ്മറി കാർഡും പരിശോധിച്ചില്ലെന്നും കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കേസിലെ പ്രതികൾ മതഭ്രാന്തന്മാരായ RSS പ്രവർത്തകരാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ടെങ്കിലും അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി നിരാശാജനകമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ രക്ഷിക്കാൻ പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിച്ചെന്നും CPMന്റെ സാന്നിധ്യത്തിൽ RSSുമായുള്ള രഹസ്യ ചർച്ചയിൽ ക്രിമിനൽ കേസ് പ്രതികളെ രക്ഷപ്പെടുത്താമെന്ന ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. റിയാസ് മൗലവി വധം കോടതിയുടെ മുന്നിലുള്ള കേസാണെന്നും കൃത്യമായി കേസ് കൈകാര്യം ചെയ്തെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശരിയായ നിലപാടാണ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചതെന്നും കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്നാണ് CPMന്റെ അഭിപ്രായമെന്നും റിയാസ് മൗലവിയുടെ കുടുംബത്തിന് CPM പിന്തുണ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDFന്റെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതിയിൽ തോമസ് ഐസക്കിന് ജില്ലാ ഭരണാധികാരിയുടെ താക്കീത്. കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തതിനാണ് താക്കീത്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും ഇനി സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കരുതെന്നുമാണ് താക്കീത്. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് ആരോപിച്ച് LDF നൽകിയ പരാതിയിൽ കളക്ടർ വിശദീകരണം തേടി. വോട്ട് അഭ്യർത്ഥിച്ച് നൽകുന്ന കുറിപ്പിൽ പ്രിന്റിംഗ് വിവരങ്ങൾ ഇല്ലെന്നാണ് പരാതി. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി വിശദീകരണം നൽകണം. CPI ജില്ലാ സെക്രട്ടറിയും LDF തൃശൂർ പാർലമെന്റ് മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ട്രഷററുമായ KK വത്സരാജാണ് പരാതി നൽകിയത്. ജൂൺ 4-ന് തൃശൂരിൽ ഉയർപ്പാണ് സംഭവിക്കാൻ പോകുന്നതെന്നും തൃശൂർ വഴി കേരളത്തിൻ്റെ ഉയർപ്പ് സംജാതമാക്കണമെന്നും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. തൃശൂർ എടുത്തിരിക്കുമെന്നും തൃശൂർ എടുക്കാൻ വേണ്ടി തന്നെയാണ് താൻ വന്നതെന്നും സുരേഷ് ഗോപി ആവർത്തിച്ചു. വയനാട് സുഗന്ധഗിരി മരമുറിക്കേസിൽ കൽപ്പറ്റ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ, വനം വകുപ്പ് വാച്ചർ എന്നിവർക്കെതിരെ നടപടി. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KK
ചന്ദ്രനെ സസ്പെൻഡ് ചെയ്തു. 20 മരം മുറിക്കാൻ അനുമതി വാങ്ങിയതിൻ്റെ മറവിൽ 30 മരം മുറിച്ചെന്നാണ് കണ്ടെത്തൽ. വകുപ്പ് തല അന്വേഷണത്തിന് പിന്നാലെയാണ് നടപടി. കണ്ണൂർ CPM നേതാക്കളുടെ സ്മൃതി മണ്ഡപത്തിലെ അതിക്രമ സംഭവങ്ങളിലെ പ്രതി ചാല തന്നട സ്വദേശി ഷാജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്നും കുപ്പികളിൽ ബാക്കി വന്ന ശീതളപാനീയമാണ് സ്തൂപങ്ങളിൽ ഒഴിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി. ശബരിമലയിലെ കേസുകൾ പിൻവലിക്കുമെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണെന്നും പക്ഷേ കേസുകൾ പിൻവലിച്ചില്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ വിശ്വാസികൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചില്ലെന്നും എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം CAA കേസുകൾ പിൻവലിച്ചുവെന്നും ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവേചന രാഷ്ട്രീയമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി ആന്റണിയുടെ പ്രചരണത്തിന് എത്തുന്നതിൻ്റെ പോസ്റ്റർ ഫേസ്ബുക്കിൽ പങ്കുവെച്ച് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ. ഏപ്രിൽ 6-നാണ് അച്ചു പത്തനംതിട്ടയിലെത്തുക. അനിൽ ആന്റണിയുടെ ബാല്യകാലം മുതലുള്ള സുഹൃത്താണെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ പ്രചരണം നടത്താനാകില്ലെന്നും അച്ചു ഉമ്മൻ പറഞ്ഞതായി വാർത്തകൾ വന്നിരുന്നു. ഇതോടെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു.